നമ്മൾ ഈ കളഞ്ഞിടുന്ന നമ്മുടെ സോപ്പ് ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന ലോഷൻ്റെ 5 ലിറ്ററൊക്കെ കൊള്ളുന്ന ക്യാനുകളൊക്കെ ഇപ്പോൾ ഒത്തിരി പേര് വാങ്ങുന്നുണ്ട്. നല്ല ലാഭവും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോട്ടിലുകളൊക്കെ ഒത്തിരി പേരുടെ വീട്ടിലുണ്ടാവും. ഇത് ഉപയോഗിച്ച് മനോഹരമായിട്ടുള്ള ഒരു ഹാങ്ങിങ് പോട്ട്, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു അലങ്കാര ചട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ഡിസൈൻ ചെയ്ത കാര്യവും അത് ഡിസൈൻ ചെയ്തതിന് ശേഷം അതിൽ ചെടികൾ എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളതും ചെടി വെച്ചിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള ഒരു മൂക്കിൻ്റെ ഷേപ്പിലുള്ള പിടിയും അതിൻ്റെ മുകളിൽ ഇതേപോലെ ഫേസൊക്കെ വരയ്ക്കാൻ പറ്റിയ ഒരു സ്പേസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ആക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യാം കേട്ടോ. ഒരു കുറച്ച് കലാബോധം ഉണ്ടെങ്കിൽ നമ്മുടെ ഐഡിയയിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനെന്തായാലും നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സന്തോഷ് ആൾ ആർട്ടിസ്റ്റ് കൂടിയാണല്ലോ. അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു കുറച്ച് ടിന്നുകൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്, എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ അതൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഭംഗിയാക്കി തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ തന്നെ ആക്രിലിക് പെയിൻറ്റ് കൊണ്ടുവന്ന് നമുക്ക് അതിനകത്ത് നല്ല ഭംഗിയായിട്ടുള്ള പല വികാരത്തിൽ നമുക്ക് തോന്നുന്ന, അതായത് പുരുകം കണ്ടു കഴിഞ്ഞാൽ പല ഭാവം തോന്നിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെതായ കലാപരമായ ഒരു ഐഡിയയിൽ ചെയ്തു തന്നു കേട്ടോ. നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയാൽ ഇതേപ്പോൾ വരയ്ക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് ഒന്ന് വരയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഐഡിയയിൽ ഇപ്പോൾ മിക്കി മൗസിൻ്റെ പോലെ റൗണ്ടിൽ നമുക്ക് കണ്ണ് വരച്ചിട്ട് അതുപോലെ നമ്മുടെ സ്മൈലികളുണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ഈ വാട്സപ്പിൽ ഇതിലൊക്കെ വരുന്ന സ്മൈലികൾ നമ്മുടെ ഫോണിൽ വരുന്ന അതേ രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടിയാൽ മതി. നമ്മുടെ കയ്യിൽ വെറുതെ കളഞ്ഞിടുന്ന നല്ല ഷേപ്പിലുള്ള ഒത്തിരി ടിന്നുകളുണ്ട്. അപ്പോൾ ഈ ഒരു ടിന്നുകൾ ഉപയോഗിച്ചിട്ട് ഞാൻ എല്ലാം ഒരു 5-8 പാത്രം ഉണ്ടായിരുന്നു, അതെല്ലാം ഇതേപോലെ ഷേപ്പ് വരുത്തിയിട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് വിവിധ ഭാവത്തിലും രൂപത്തിലും നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ പുരുകവും കണ്ണും ഒക്കെ ഇതേപോലെ വരച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടുമല്ലോ എങ്ങനെ വരയ്ക്കേണ്ടതെന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ നിങ്ങളൊന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ ഇതിലും നല്ല രീതിയിൽ മികച്ച രീതിയിൽ ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് നല്ലൊരു ഫേസിൻ്റെ മാതൃക കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ചട്ടി ഇനി വെക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു പാത്രത്തിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് ഷേപ്പിൽ വെട്ടിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കട്ട് ചെയ്യുന്ന ഒരു പെൻ നൈഫ് വാങ്ങാൻ പറ്റും. നമുക്കിങ്ങനെ കൂർത്തിരിക്കുന്ന ബ്ലേഡുകൾ മാറ്റി മാറ്റി വെക്കുന്ന പെൻ നൈഫ് നമുക്ക് ക്രാഫ്റ്റ് വർക്കിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഷാർപ്പറായിട്ടുള്ള പെൻ നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചൂടുള്ള കമ്പികൾ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് പഴുപ്പിച്ച് ചൂടാക്കി ഇതിൽ ഷേപ്പിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള കത്തി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. വളരെ സൂക്ഷിച്ച് തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതിനൊരു ഡിസൈൻ ഞാൻ ആർച്ച് പോലെ കൊടുത്തിട്ട് ആ ഒരു ഡിസൈനിലേക്കാണ് ഇത് കട്ട് ചെയ്തെടുക്കണേ. ചുമ്മാ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചതുരത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഞാനൊരു ഭംഗി വേണമല്ലോ എന്ന് ഓർത്ത് ആർച്ചായിട്ട് ഇതേപോലെ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ചൊക്കെ ഉണ്ട്, എന്നാലും നമുക്കത് കുഴപ്പമില്ല. ചെടി ഇങ്ങനെ തൂങ്ങിയെടുക്കുമ്പോൾ ഭംഗി കുറവ് കാണില്ല. ഇനി ഞാനിത് ഞങ്ങളുടെ സ്നേഹമതിലിൽ ഹോളുണ്ട്. ആ സ്നേഹമതിലിൽ ഹോളിൽ ഒരു സ്ക്രൂ ആണി ചേർത്ത് നമ്മൾ പിരിച്ച് കയറ്റിയാണ് ഇത് ഉറപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഐഡിയയിൽ വേണമെങ്കിലും നമുക്കിത് ഹാങ് ചെയ്തിടാം കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും മതിലുമോ അല്ലെങ്കിൽ ചുമരിലോ ഒക്കെ വെച്ച് മനോഹരമാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ എല്ലാം ഹോളിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഹോളിടുന്നത് അറിയാലോ, നല്ല ഒരു കട്ടിയുള്ള ഏതെങ്കിലും ഒരു സ്ക്രൂ ഡ്രൈവർ ഏതെങ്കിലും അടുപ്പിൽ കാണിച്ച് ചൂടാക്കിയിട്ട് ഹോളിട്ട് കൊടുത്താൽ മതി. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേപോലെയുള്ള വാഷറൊക്കെയുള്ള പിരിച്ചു കയറ്റുന്ന തരത്തിലുള്ള ഒരു ആണിയാണ് കേട്ടോ. ഇത് ഡ്രസ് വർക്കിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് വീട്ടിൽ കുറച്ച് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇതല്ല, വേറെ ഇഷ്ടംപോലെ മോഡൽ നമുക്ക് ഉറപ്പിക്കുന്നത് കിട്ടും. അത് നമ്മളൊന്ന് ഹാർഡ്വെയർ കടകളിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ സ്നേഹമതിലിലെ ഹോളിൻ്റെ അവിടെ തന്നെ വേറൊരു ഹോൾ ഇടേണ്ടി വന്നില്ല. ഹോളുള്ളതുകൊണ്ട് അതിൽ തന്നെയാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഹോളിട്ടിരിക്കുന്ന ഭാഗം, നമ്മുടെ ഈ ടിന്നിന് ഹോളിട്ടിരിക്കുന്ന ഭാഗം ചേർത്ത് വെച്ച് ഒരു സൈഡിൽ നിന്ന് മതിലിൻ്റെ അത്രയും തന്നെ നീളമുണ്ട് കേട്ടോ ആണിക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ തരത്തിലും നിങ്ങൾക്കിത് ഹാങ് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐഡിയയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോന്നും സ്ക്രൂ വെച്ച് നമ്മൾ ആ വാഷറിൻ്റെ ആ പിരിയും കൂടി കയറ്റി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ച് ഉറപ്പിക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ചട്ടിയിലേക്ക് വേറൊരു ചട്ടി മുകളിൽ നിന്ന് ഇറക്കി വെക്കുകയാണ് കേട്ടോ. നമ്മൾ ചെടി പിടിപ്പിച്ചിട്ടുള്ള ചട്ടികൾ ഇറക്കി വെക്കുമ്പോൾ നമുക്ക് എപ്പോഴും മാറി മാറി ചട്ടികൾ ഇതിനകത്ത് വെക്കാൻ പറ്റും. മുകളിൽ നമുക്ക് നല്ല വ്യാസത്തിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മീഡിയം 6 ഇഞ്ച് 7 ഇഞ്ച് പോട്ട് അല്ലെങ്കിൽ 8 ഇഞ്ച് പോട്ടുകൾ വരെ ഇതിനകത്ത് നമുക്ക് ഇറക്കി വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ താഴെ കാണുന്ന ആ ഒരു നമ്മുടെ ഈ ബോട്ടിലിൻ്റെ അടപ്പൻ നമുക്ക് വേണ്ട, അത് തുറന്ന് കളയണം കേട്ടോ. എന്നാലാണ് നമുക്ക് ആ ചെടിച്ചട്ടിയിൽ വരുന്ന വെള്ളം താഴത്തേക്ക് ഈസി ആയിട്ട് പോവുകയുള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി.
അപ്പം അതിൽ അടിയിലും മുകളിലുമായിട്ട് ഒരേ ലെവലിൽ തന്നെ ഹോൾ ഉള്ളതുകൊണ്ട് അടിയിലും മുകളിലായിട്ടാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഞാനിതിനകത്ത് നമ്മുടെ എപ്പീഷ്യ ചെടി ഉണ്ടല്ലോ, എപ്പീഷ്യ ഇപ്പോൾ നമുക്ക് ശരിക്കും പൂക്കൾ തരുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ചെടികൾ വീട്ടിലുണ്ടായിരുന്നു. അതിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്ന ചട്ടിയിൽ തന്നെ അത് നട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ചട്ടി അതിനകത്തേക്ക് ഇറക്കി വെച്ച് അത് നന്നായിട്ട് വളർന്ന് പൂക്കളായപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നിങ്ങൾ നോക്കിയേ എന്ത് രസമായിട്ടാണ് പൂക്കളുണ്ടായി നിൽക്കണേന്ന് നോക്കിയേ. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു മുഖം, ഒരു ഫേസിൻ്റെ മുകളിൽ മുടി ഇരിക്കുന്ന പോലെ, ഒരു തലയിൽ മുടി ഇരിക്കുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആണ്. നേരിട്ട് കാണുമ്പോഴാണ് കൂടുതൽ ഭംഗി. നമുക്ക് നല്ല വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് 10 മണി നട്ടാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു മുടിയൊക്കെ ഇങ്ങനെ കിടക്കുന്ന പോലെയുള്ളൊരു ഫീല് വരും. ആ ഫേസും കൂടി കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്, ഒരു കൗതുകം തോന്നും. നമുക്ക് ഇതേപോലെ എപ്പീസിയ മാത്രമല്ല, നമ്മുടെ ഇലച്ചെടികളും നമുക്ക് ഇതിനകത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതേപോലെയുള്ള ഒരു സ്പൈഡർ പ്ലാന്റുകളുണ്ടല്ലോ, നമുക്ക് പുല്ല് ചെടികൾ പോലെയുള്ളത്, അതൊക്കെ ഇതിനകത്ത് തിക്കായിട്ട് നിൽക്കുന്നതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ്. വെർട്ടിക്കൽ ഗാർഡനായിട്ട് പോലെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വെറുതെ വീട്ടിൽ കളഞ്ഞിടുന്ന ഇതേപോലെയുള്ള ടിന്നുകളൊക്കെ സമയം കിട്ടുമ്പോൾ നമ്മുടേതായ കലാബോധത്തോടെയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.